ജാനുവരി 5, 2020 പുതുവർഷം. FODന്റെ ജെനസിസ് ബയോടെക്സിലെ പ്രോജക്റ്റിൽ ഞാൻ കയറിപ്പറ്റി. ജെനസിസ് ഫോർ ജെനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ന്യൂറോളജിക്കൽ എക്സ്പെരിമെന്റ്സ് ഫോർ സയന്റിഫിക് ഇന്നൊവേഷൻ സിൻഡിക്കേറ്റ്. വിനോദ് പ്രഭാകർ ആയിരുന്നു അതിന്റെ ടീം ലീഡർ. മറൈൻ സിറ്റിയിലാണ് FODന്റെ ആദ്യ ബയോവെപ്പൺ റിസർച്ച് നടക്കുന്നത്. വിനോദ് പ്രഭാകർ ഒരു ക്രൂരനാണ്. ആളുകളുടെ ജീവനിൽ അയാൾക്ക് വിലയില്ല. മുംബൈ സിറ്റിയിൽ നിന്നുമാണ് എൻ്റെ ജോലികൾ. പതിയെ ഞാൻ ഓരോന്നും മനസ്സിലാക്കാൻ തുടങ്ങി. ഇസബൽ കാർലോസ് ആയിട്ട്. ആ രാത്രിക്ക് ശേഷം എലമെന്റിന്റെ മുഖംമൂടി ഞാൻ അണിഞ്ഞിട്ടില്ല. അവൾക്ക് പറ്റിയത്, എൻ്റെ അസയ്ക്ക് പറ്റിയത്, അതെന്റെയും കൂടി തെറ്റാണ്. എലമെന്റ് ഒരു സിമ്പൽ ആയിരുന്നില്ല. അതാകണമെങ്കിൽ അതിനു പിന്നിൽ ഇസബൽ കാർലോസ് ആണെന്ന് ആൾക്കാർ അറിയണം. ഐ വോണ്ട് ദം ടു സീ മൈ ഫേസ്. ഐ വോണ്ട് ദം ടു നോ എക്സാക്ട്ലി ഹൂ ഈസ് കമ്മിങ്. എനിക്കറിയാം, എന്നെപ്പോലെയുള്ള ആളുകൾ ഇനിയും കാണും. കൊൽക്കട്ടയിലെ വാമ്പയർ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അച്ചാച്ചനു നന്ദി. അയാളെ മറൈൻ സിറ്റിയിൽ എത്തിക്കാനുള്ള വഴികൾ ഞാനും നോക്കും. ആ ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ അലറി, ഒരുപാട്. അടുത്തുള്ളതെല്ലാം ചിതറി. റിയാക്ടർ കോർ തകർന്നു. ചെറിയ കല്ലുകളും തകർന്ന സ്ഥലത്തെ കമ്പികളും മറ്റവശിഷ്ടങ്ങളും. വഴിയിലെ ബൈക്ക്, കാർ, സ്ട്രീറ്റ് ലൈറ്റ് എന്നതെല്ലാം ഉയർന്നു. ആദ്യമായി മിനേസ് അവന്റെ മുഖംമൂടി ഊരി. ആ മുഖം, അതിൽ ഞാൻ പേടി കണ്ടു. ടെലിക്കിനസിസ് കൊണ്ട് എന്തൊക്കെയോ ആ ദേഹത്ത് ഞാൻ വലിച്ചെറിഞ്ഞു. കുറെയൊക്കെ അയാൾ തടയുകയും ചെയ്തു. അവന്റെ ഉള്ളിലെ ശക്തി, അത് ക്ഷയിക്കുന്നത് എനിക്കറിയാം. ആകാശത്തെ മിന്നൽ, അതെനിക്ക് തൊട്ടറിയാവുന്നതുപോലെ അടുത്തായി തോന്നി. അതിന്റെ സ്വന്തം താളം, സ്പന്ദനം, കരിഞ്ചിമിക്കുന്ന ശക്തി. ഒടുവിൽ എനിക്ക് മനസ്സിലായി. അറ്റ്മോകിനസിസ്. ഞാൻ ആകാശത്തേക്ക് കൈയുയർത്തി. ഇടിമിന്നൽ എൻ്റെ കൈകളിൽ പതിച്ചു. അതിനെ ഞാൻ എൻ്റെ ആറ്റോമിക് ശക്തിയുമായി ബന്ധപ്പെടുത്തി. എൻ്റെ ദേഹം തിളങ്ങാൻ തുടങ്ങി. ഞരമ്പുകളിൽ ഒരു സൂപ്പർ ചാർജ് ഇലക്ട്രിസിറ്റി അബ്സോർപ്ഷൻ തോന്നി. എനിക്ക് പറ്റുന്ന മാക്സിമം ഞാൻ വലിച്ചെടുത്ത് അത് ഞാൻ മിനേസിന് നേരെ വിട്ടയച്ചു. മിനേസിന്റെ ദേഹത്തെ ആന്റി മാറ്ററിന് അത് താങ്ങാനായില്ല. പാർട്ടിക്കിൾസ് അൺസ്റ്റേബിളായി. അത് ഡീസ്റ്റെബിലൈസ് ആയി അയാളുടെ ബോഡിയിൽ നിന്നും സെപ്പറേറ്റ് ആയി. അയാൾ തെറിച്ചു വീണു. ബോധം പോയി. അയാളുടെ ശരീരത്തിൽ നിന്നും അന്ധകാരം വേർപെട്ടു പോകുന്നത് ഞാൻ മനസ്സിലാക്കി. ഇനി എനിക്കെൻ്റെ പ്രതികാരം ചെയ്യാം. എൻ്റെ കൈ തരിച്ചു. കൊല്ലാൻ എൻ്റെ മനസ്സ് പറഞ്ഞു. ഇല്ല, ഞാനത് ചെയ്യില്ല. സമയമായില്ല. പോലീസ് വന്നു. ഗവൺമെന്റ് ഇടപെട്ടു. അയാളെ ഫാൻറ്റം കീപ്പിലേക്ക് കൊണ്ടുപോയി. മിസ്റ്റർ പ്രീസ്റ്റ്, മ്യൂട്ട്, ഭഗീര തുടങ്ങിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകളെ ഇട്ടിരിക്കുന്ന സ്ഥലമാണ് ഫാൻറ്റം കീപ്പ്. ലക്ഷദ്വീപിലാണ് ഈ പ്രിസൺ. അവിടെയുള്ള കാലചക്ര ചേംബറിൽ അയാൾക്കും ഒരിടം കൊടുത്തു. പിന്നീട് മുംബൈയിൽ നിന്നുകൊണ്ട് ജെനസിസിലെ ജോലിയിൽ ഞാൻ പങ്കാളിയായി. ഞാൻ സ്വന്തമായൊരു ടീം രൂപീകരിച്ചു. ഷെഹയെ ഞാൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നു. ഡിഫൻസ് ഓഫീസർ ജേക്കബ് സ്റ്റീഫൻ, പിന്നെ JR. അവിടെ തുടങ്ങി ഇന്ന് വാമ്പയറും ഷാങ്ക്രിലയും അടങ്ങുന്ന റെസിസ്റ്റൻസ് ഫോഴ്സ്. പ്രിയപ്പെട്ട സ്ത്രീകളെ, നിങ്ങളെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെക്കാൾ കരുത്തുള്ളവരാണ് നിങ്ങൾ. ലെൻസ്പാർക്ക് കോമിക്സിന്റെ രണ്ടാമത്തെ ഓഡിയോ ബുക്കും ലെൻസ്പാർക്ക് ഒറിജിൻസിലെ ആദ്യ കഥയുമായ എലിമെന്റ് ഷാഡോസ് ഓഫ് റെസിസ്റ്റൻസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. തുടർന്നും ഓഡിയോ ബുക്കും വെബ് ഫിലിമുമായി ഞങ്ങൾ എത്തുന്നതായിരിക്കും.